ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് 10ാം ക്ലാസ് CBSEയിലെ 7ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ് ജോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ മെയിൻ ആയിട്ട് ഒരു 3 ഫോർമുല, സെക്ഷൻ ഫോർമുല, പിന്നെ അതുപോലെ ഡിസ്റ്റൻസ് ഫോർമുല, പിന്നെ ഒരു മിഡ് പോയിന്റ് ഫോർമുല, ആ ഒരു 3 ഫോർമുലേ വരുള്ളൂ. ആ 3 ഫോർമുല ബേസ് ചെയ്തിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഈ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ 2 മാർക്ക് സമ്മ് അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം 3 മാർക്കിനാണ് ഈ സമ്മ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഫോർമുല റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ഇന്ന് നോക്കാം. അപ്പൊ എക്സസൈസ് 7.1 ഫസ്റ്റ് ക്വസ്റ്റ്യനെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് പോയിന്റ്സ്. എപ്പോഴും നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോഴത്തേന് 2 കോർഡിനേറ്റ്സ്, 2 പോയിന്റ്സ് കൊടുത്തിരിക്കും. അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് എഴുതാം. 2,3 അതേപോലെ 4,1 ഇതാണ് പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഫസ്റ്റ് വാല്യൂ എപ്പോഴും എക്സ് കോർഡിനേറ്റ് ആയിരിക്കും, സെക്കൻഡ് വാല്യൂ എപ്പോഴും വൈ കോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, എക്സ് വൈ, അതേപോലെ ഇതും എക്സ് വൈ. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്, ഈ 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ പോയിന്റ്സിനെ നമ്മൾ അസ്യൂം ചെയ്യണം. എ ഒരു വാല്യൂ കൊടുത്ത് ഞാനൊരു ലൈൻ വരച്ചിട്ട് എ വാല്യൂ മാർക്ക് ചെയ്ത് ബി വാല്യൂ മാർക്ക് ചെയ്ത് A is equal to 2,3 ഫസ്റ്റ് പോയിന്റ് എഴുതി, B is equal to 4,1 സെക്കൻഡ് പോയിന്റ് എഴുതി. ഈ ഡിസ്റ്റൻസ് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യും. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് മഗ്ഗ പഠിക്കുക എല്ലാവരും. D is equal to റൂട്ട് ഓഫ് ഡിസ്റ്റൻസിന് D എന്നുള്ള ലെറ്റർ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഈക്വൽ ടു എന്ന് എഴുതാം. x2 minus x1 the whole square plus y2 minus y1 the whole square. ഇതാണ് ഫോർമുല. ഫുൾ ടേമിൽ റൂട്ട് ഉണ്ട്, റൂട്ട് ഇടാൻ മറക്കരുത്. റൂട്ട് ഓഫ് x2 minus x1 the whole square മൈനസ് പ്ലസ് y2 minus y1 the whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഇതിൽ നമുക്ക് ആ ഒരു വാല്യൂസ് അങ്ങ് അപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് എഴുതിയാൽ മതി. ഇതില് ഈ ഫസ്റ്റ് വാല്യൂനെ നമ്മൾ x1 എന്ന് പറയും, x1 y1. ഈ വാല്യൂനെ നമ്മൾ x2 y2 എന്ന് പറയും. മറക്കരുത്, x1 y1 x2 y2. അപ്പൊ ഫസ്റ്റ് ഫോർമുലയിൽ x2 ആണ് ആദ്യം കിടക്കുന്നത്. x2ന്റെ വാല്യൂ 4, x1ന്റെ വാല്യൂ 2. അപ്പൊ 4 minus 2 the whole square plus y2ന്റെ വാല്യൂ 1, y1ന്റെ വാല്യൂ 3, 1 minus 3 the whole square. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. 4 minus 2 2 square plus 1 minus 3 minus 2 the whole square. That is equal to root of 2 ന്റെ സ്ക്വയർ നമുക്കറിയാം 4, അതേപോലെ minus 2, മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവും, 2 ന്റെ സ്ക്വയർ 4. അപ്പൊ റൂട്ട് ഓഫ് 4 plus 4 വരും. അപ്പൊ റൂട്ട് ഓഫ് 8 വരും ആൻസർ. റൂട്ടിനകത്ത് ഇപ്പൊ നമുക്ക് റൂട്ട് 9 ഒക്കെ വന്നു കഴിഞ്ഞാൽ 3 എന്ന് എഴുതാം, റൂട്ട് 16 വന്നു കഴിഞ്ഞാൽ 4 എന്ന് എഴുതാം. അപ്പൊ റൂട്ട് 8ന് റൂട്ട് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റൂട്ട് 8 എന്ന് എഴുതാം. അപ്പൊ റൂട്ട് 8 ഡിസ്റ്റൻസ് അല്ലേ, അപ്പൊ റൂട്ട് 8 സെന്റിമീറ്റർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യനിലെ ഇക്യു ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എടുത്തെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ആ കോർഡിനേറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കമ്പൾസറി ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാതെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 40-50% മാർക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് നമുക്ക് കൺഫേം ആയിട്ട് ബോർഡ് എക്സാമിന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്.